ഹായ് ഫ്രണ്ട്സ്, ഐവറി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള കാരമൽ പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് പുഡിങ്ങിനുള്ള കാരമലാണ്. ഒരു ബൗളിൽ പൊടിച്ച പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, വെള്ളം 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. നമ്മൾ കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോൾ കളർ ചേഞ്ച് ആയി വരും. ഞാനിവിടെ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത് വേഗം കാരമലൈസ് ചെയ്യാനാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് 15 മിനിറ്റ് വെക്കേണ്ടത്. നമ്മൾ ഈ കേക്ക് ഇട്ട് വയ്ക്കാൻ പോകുന്ന പാത്രത്തിൽ ഈ കാരമൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിൽ 2 മുട്ട ചേർത്തിളക്കി കൊടുക്കുക. അതിനുശേഷം 1 ഗ്ലാസ് പാൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അരിപ്പ വെച്ച് നന്നായി അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കാരമൽ നല്ലപോലെ കട്ട പിടിച്ച് നിന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചു വെച്ച ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ കൊണ്ട് പൊതിയുക. ഇനി നമുക്ക് ഒരു നൂല് കൊണ്ട് സൈഡ് ഫുള്ളും കെട്ടിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അലുമിനിയം ഫോയിൽ പേപ്പറിലേക്ക് കത്തി കൊണ്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് കൊണ്ടോ ഒരു ഹോൾ ഉണ്ടാക്കാം. ഇനി നമ്മൾ ഇഡലി പാത്രത്തിനു മേൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു തട്ട് വയ്ക്കുക. ഇതിനുമേൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വയ്ക്കുക. ഇനി നമ്മൾ ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ പുഡിംഗ് തണുപ്പിച്ചെടുത്തതിന് ശേഷം കത്തി കൊണ്ട് ഇതേപോലെ ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ പുഡിംഗ് മാറ്റാം. ഇപ്പം നമ്മുടെ പുഡിംഗ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.